ഈ കൊറോണ സമയം വേണ്ട രീതിയിൽ ഉപയോഗിച്ചു എന്ന് വേണം അനുമാനിക്കാൻ അല്ലേ? 2019 to 2024 പോകുമ്പോഴേക്കും ഓൾമോസ്റ്റ് 2 years to 3 years എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൊറോണ കാരണം ക്ലോസ് ഡൗൺ പീരീഡ് ആയിരുന്നു. സോ ജനങ്ങൾ എൻട്രി ചെയ്യാൻ വളരെ റയർ ആയിട്ടുള്ള ചാൻസസ് ഉള്ളൂ. അനദർ സസ്പീഷ്യസ് ഫാക്ട്സ് ഹാപ്പൻസ്. അവിടെയും ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഗോൾഡ് വർക്കേഴ്സിന് അറിയാം ഗോൾഡിന്റെ നിറം എന്താണെന്നുള്ളത്. ഒരു മഞ്ഞയും അല്ല, ഭയങ്കര ഷൈനിങ് പ്രോഡക്റ്റും അല്ല. ഏത് ലേഡീസിനോട് ചോദിച്ചാലും പറയും. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി മറ്റേതോ സ്റ്റേറ്റിലെ ഒരു കോടീശ്വരന്റെ വീട്ടിലുണ്ട് എന്നാണ് പ്രതിപക്ഷമൊക്കെ പറയുന്നത്. കേട്ടിരുന്നില്ല അത്? അതെ അതെ, അതിനൊരു സാധ്യതയുണ്ടോ? ഡെഫിനറ്റ്ലി അയ്യപ്പൻ തീർച്ചയായിട്ടും ഇതവിടെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ളതാണ്. നമസ്കാരം. 1998 കാലത്താണല്ലോ ശബരിമല ശ്രീകോവിലിൽ UB ഗ്രൂപ്പ് ഉടമ വിജയ മല്യ സ്വർണം പൊതിയുന്നത്. അന്ന് സ്വർണം പൊതിഞ്ഞത് ശ്രീകോവിലിൻ്റെ ഏതൊക്കെ ഭാഗത്താണ്, എത്ര അളവിലാണ്, അതിൻ്റെ ഗുണനിലവാരം തുടങ്ങിയ കാര്യങ്ങളിൽ കൃത്യമായൊരു കണക്ക് കാണിക്കാൻ ദേവസ്വം ബോർഡോ സർക്കാരോ ഇതുവരെ തയ്യാറായിട്ടില്ല. മല്യ സമർപ്പിച്ച സ്വർണത്തിൻ്റെ വിലയിരുത്തലിൽ വരെ വിവിധ അഭിപ്രായങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിവുള്ള ആളാണ് സ്വർണം പൊതിയൽ വിദഗ്ധനായ സെന്തിൽനാഥ്. എനിക്കൊപ്പം അദ്ദേഹം ചേരുകയാണ് ഇപ്പോൾ. ശ്രീ സെന്തിൽനാഥ്, നമസ്കാരം. നമസ്കാരം. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി വിവാദം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണല്ലോ ഇപ്പോൾ. അപ്പോൾ ചില സംശയങ്ങൾ ഉയരുന്നുണ്ട് പൊതുജനത്തിന്. 98 ഈ സ്വർണം പൊതിയൽ എങ്ങനെയായിരുന്നു? ഏതൊക്കെ നിർമ്മിതിയിൽ എത്ര അളവിലാണ് സ്വർണം പൊതിഞ്ഞത്? ഇതിൻ്റെ ഒരു പ്രൊസീജിയർ ഉണ്ടാവുമല്ലോ, അതൊക്കെ എങ്ങനെയായിരുന്നു എന്ന് താങ്കൾക്കൊരു പക്ഷേ അറിയുന്നുണ്ടാവും. അതെങ്ങനെയാണ്? ഷുവർ. I was fortunate to visit Shabarimala due to the reason that there was a leakage there. അതായത് 1998 ഇവർ വർക്കെല്ലാം തീർത്തതിന് ശേഷം സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് ശ്രീകോവിലിൽ ഒരു ചോർച്ച കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ അവിടെ അന്വേഷിക്കുമ്പോഴേ വളരെ വ്യാകുലതരായി അതെന്ത് ചെയ്യണം എന്നുള്ളൊരു സാഹചര്യത്തിൽ പകച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് അവിടെ ഇവിടുത്തെ എംപ്ലോയി ഗേവ് എ ലീഡ് ടു മീ ഇൻ ദ സെൻസ് 1950 എൻ്റെ ഗ്രാൻഡ് ഫാദർ വന്നിട്ട് ഹാസ് സപ്ലൈഡ് കോപ്പർ ഷീറ്റ് ടു ദേവസ്വം ബോർഡ്. സോ വിത്ത് ദാറ്റ് റെക്കോർഡ്സ് ആയിരിക്കണം. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് മക്ഡവലിൻ്റെ മാനേജർ ഞാൻ സ്റ്റേയിങ് അറ്റ് കൊച്ചിൻ വിളിച്ചു ചോദിച്ചപ്പോഴേക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഡെഫിനറ്റ് ആയിട്ട് അപ്പോൺ വിസിറ്റ് ആൻഡ് ലുക്കിംഗ് അറ്റ് ഇറ്റ് പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഐ എം റീച്ചിങ് ശബരിമല ഫോർ ദ ഇൻസ്പെക്ഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ വർക്ക്. I found the defects on that by removing that tiles. അതേപോലെ തന്നെ ഇൻടാക്റ്റായിട്ട് നമ്മൾ വെച്ച് സമർപ്പിച്ച് വളരെ ഒരു എന്താ പറയുക, എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അത് അയ്യപ്പൻ്റെ കൂരയിൽ മുകളിൽ കയറിയിരുന്ന് വർക്ക് ചെയ്യുക എന്നുള്ളതിനേക്കാളും കിട്ടാവുന്ന ഒരു ഭാഗ്യം മറ്റുള്ളവർക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഐ വാസ് ഹാപ്പി ടു റിസീവ് ദാറ്റ് വർക്ക് ആൻഡ് ഡിഡ് ഇറ്റ് ടു എ സാറ്റിസ്ഫാക്ഷൻ. വേറെ ഈ ദ്വാരപാലകർക്ക് ഒരു മാസ്ക് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഒരു ഡൈ ഫാക്ടർ വാക്സ് മോൾഡ് വെച്ച് എടുത്തിട്ട് അതിൽ നമ്മൾ കോപ്പർ വെച്ചിട്ട് എംബോസ് ചെയ്തെടുത്തതിന് ശേഷം അതിൽ ഇലസ്ട്രേഷൻ കൊടുക്കും, ലൈഫ് കൊടുക്കും. ലൈഫ് കൊടുത്തതിന് ശേഷമാണ് ഈ അമാൽഗമേഷൻ പ്രോസസ്സ് പതിപ്പിക്കൽ എന്ന് പറയും. അതിൻ്റെ റീസൺസും പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് സൈമിൾട്ടേനിയസ്ലി നടക്കുന്നു പറഞ്ഞാൽ ഗോൾഡ് ദേ ഹവ് ഡൺ ഇറ്റ് പെർഫെക്റ്റ്ലി വെൽ. ഇൻ ദ സെൻസ് ഇതേപോലെ ഒട്ടകത്തിൻ്റെ തോല് വെച്ചിട്ടുള്ള പൗച്ചസിൽ 160 ഷീറ്റ്സോളം വെച്ചുകൊണ്ട് മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് 35 to 40 grams ഉള്ള മെഷർമെൻറ്റ്സ് കൊടുത്തിട്ട് ദേ ഹാവ് ഗിവൺ ടു ദ കസ്റ്റഡി ഓഫ് ദി കസ്റ്റോഡിയൻ ദേവസ്വം ബോർഡിൻ്റെ ഓഫീസേഴ്സിന് കൊടുക്കും. ഒട്ടകത്തിൻ്റെ തോല് വെച്ചാണ് ഈ പൊതിയൽ അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെമ്പിലല്ല? ചെമ്പിലല്ല. ശ്രീ സെന്തിൽനാഥ്, ഈ ശില്പങ്ങളിൽ പൊതിഞ്ഞ സ്വർണ്ണപ്പാളികളുണ്ടല്ലോ, അത് കാലപ്പഴക്കം കൊണ്ട് കേടുപാട് സംഭവിക്കാനോ നഷ്ടമാവാനോ സാധ്യതയുണ്ടോ? അല്ല, ആക്ച്വലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണ്. അവിടെ സാങ്ക്ടോറിയത്തിൽ വന്ന ആ പർട്ടിക്കുലർ പോയിന്റിൽ എസ്പെഷ്യലി ദ്വാരപാലകർ കുറേ പേര് എൻ്റർ ചെയ്യാനായിട്ടുള്ള സാധ്യത കുറവാണ്. പിന്നെ അങ്ങനെ ചരിഞ്ഞു നിന്നിട്ടുള്ളൊരു പ്രവൃത്തിക്കും കുറവാണ്. കാരണം അകത്ത് ദർശനം കിട്ടില്ല. അപ്പോൾ പോയെന്ന് പറഞ്ഞത് ടു വാട്ട് എക്സ്റ്റെൻറ്റ് പോകാൻ സാധ്യതയുണ്ട്. ഐ വിൽ നോട്ട് റൂൾ ഔട്ട് ദാറ്റ് ബിക്കോസ് അമാൽഗമേഷൻ പ്രോസസ്സിൽ വി ഡോണ്ട് യൂസ് എ ക്ലിയർ കോട്ടിങ്. സോ ദർ ആർ പോസിബിലിറ്റീസ് കെമിക്കൽ എഫക്ട്സ് വരാൻ, ഫിംഗർ പ്രിൻറ്റ്സ് കൊണ്ടുപോകാനുള്ള സാധ്യതകളുണ്ട് ഡ്യൂ കോഴ്സ്. അപ്പോൾ ലോങ് ഇയർ ഇപ്പോൾ ഒരു 20 years ആയാലോ. ഈ 2019 കൊണ്ടുപോയെന്ന് പറയുമ്പോഴേക്കും ഓൾമോസ്റ്റ് 20 years ലാപ്സ്ഡ് ബൈ. അതിന് ഒരു കാലപ്പഴക്കം എന്ന് പറയുന്നത് അത് എത്ര വർഷമാണ് പറയുന്നത്? ആക്ച്വലി തൊടാണ്ടിരിക്കുന്ന സ്ഥലമാണ്. നൗ സ്റ്റിൽ റൂഫ് ഇപ്പോഴും നിൽപ്പുണ്ട് നമ്മുടെ മുമ്പിൽ. നിയർലി 30 years. ഇറ്റ് ക്യാൻ സ്റ്റേ ഫോർ അനദർ 10-15 years, നോ ഡൗട്ട്.
ഇപ്പം കൊല്ലൂർ മൂകാംബിയയിൽ ഞാൻ ചെയ്തത് കൊടിമരം തൊട്ടടുത്ത് ദീപസ്തംഭമുണ്ട്. എല്ലാ അഗ്നിയും ചെന്ന് എത്താനുള്ള സ്ഥലമുണ്ട്. കാർബണൈസേഷൻ നടക്കാനുള്ള സംഭവമുണ്ട്. ഇറ്റ് ഹാസ് നോട്ട് ഫീഡഡ്. സോ ദാറ്റ് ഇസ് അറൌണ്ട് 25 years. ഭക്തജനങ്ങൾക്ക് സംശയം ഉദിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം ഒരാൾ പറയുന്നു കോപ്പർ ഷീറ്റാണ് കിട്ടിയത്. അയാൾ കൊണ്ടുപോയി കൊടുക്കുന്ന സ്ഥലത്തും ഞങ്ങൾ കോപ്പറിലെ ചെയ്യുള്ളൂ എന്ന് വേറൊരാൾ പറയുന്നു. അപ്പോൾ മഗസർ വാസ് പ്രിപ്പയർഡ് റോങ്ലി. ഇതൊരു സൈഡ്. രണ്ടാമത്തെ സൈഡ് നോക്കുമ്പോഴേക്കും ഇപ്പുറത്തെ ഒരാൾ പറയുന്നു ദാരുശില്പമായതുകൊണ്ട് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ കൊടുത്തു വിടുന്നു. ഓൾ കോൺട്രാഡിക്ട്. ഈ വർക്കിനോട് ബന്ധപ്പെട്ടവർക്ക് ഡെഫിനറ്റ്ലി അറിയാൻ പറ്റും ഈ കോൺട്രാഡിക്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെന്നുള്ളത്. ദെൻ ഡിപ്പെൻഡ്സ് ഓൺ ദി ക്വാണ്ടിറ്റി. അപ്പോൾ ഈ കൊണ്ടുപോകുന്ന ക്വാണ്ടിറ്റിയും ഇപ്പോൾ കൊണ്ടുവന്നേക്കണം തമ്മിൽ ബന്ധമില്ലാന്ന് മനസ്സിലായി. മീൻസ് 1.5 കൊണ്ടുപോയി. സ്വർണം പൂശലും സ്വർണം പൊതിയലും രണ്ടും രണ്ടാണ്. ഡെഫിനറ്റ്. അതായത് അതിലും ഒരു ക്ലാരിറ്റി ഞാൻ കൊണ്ടുവരാം. കാരണം പൊതിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ കൊളോക്കിയൽ ലാംഗ്വേജിൽ നോക്കുകയാണെങ്കിൽ സാധാരണ എന്താ പറയുക, പണ്ട് കാലങ്ങളിലല്ല അമ്മ ഒരു 100 gram ഉഴുന്ന് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ നേരെ നമ്മൾ ഷോപ്പിലേക്ക് പോകും. അവൻ പൊതിഞ്ഞ് തരുന്നെങ്കിലാണ് ഒരു പേപ്പറിലാണ്. സോ ഉഴുന്ന് സെപ്പറേറ്റ് ആക്കാൻ പറ്റും, ഇത് സെപ്പറേറ്റ് ആക്കാം പേപ്പർ എന്ന് വരുന്ന പോലെ ഈ പൊതിയിലാണെന്നുണ്ടെങ്കിൽ ദിസ് ഗോൾഡ് ക്യാൻ ബി ടേക്കൺ ഓഫ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഈ പൊതിഞ്ഞ സ്വർണത്തിന് മങ്ങലേൽക്കാൻ സാധ്യത കുറവാണ്. ഇനിയിപ്പോൾ ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ മങ്ങലേറ്റു എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെ വന്നാൽ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ സന്നിധാനത്ത് വെച്ച് തന്നെ നടത്താമായിരുന്നില്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? എക്സാക്ട്ലി. അത് എങ്ങനെയാണ് അഴിച്ചു മാറ്റി കൊണ്ടുപോവുക? അത് കോടതി അനുവദിക്കുന്നുണ്ടോ? അത് ദാറ്റ്സ് എക്സാക്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ആസ് പെർ ദി കോർട്ട് ഗൈഡ്ലൈൻ, കോർട്ട് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് എ കസ്റ്റോഡിയൻ. ഓഡിറ്റിംഗ് എല്ലാം ഹാവ് ടു ബി ഡൺ ത്രൂ ദം ആൻഡ് ദ പെർമിഷൻ ഓൾസോ. ഇപ്പോൾ തന്ത്രി പറഞ്ഞു കൊടുത്തു വിട്ടു, അടുത്ത അലിഗേഷൻ അതാ. ഓക്കെ, തന്ത്രി എന്തുകൊണ്ട് പറയുന്നു? സാധാരണ ഞാൻ തന്നെ പോകുമ്പോൾ കാണുമ്പോൾ ഒരു ചെറിയ ഡാമേജ് കാണുമ്പോൾ അയ്യോ ഇത് പോയല്ലോ ഭഗവാൻ എന്ന് വിചാരിക്കും എന്ന് പറയുന്ന ഒരു രീതിയിലായിരിക്കണം തന്ത്രി പറഞ്ഞത്. ഇതേപോലെ മഗസർ കൊടുത്തു വിടുമ്പോൾ അതിൻ്റെ അകത്ത് ഫോട്ടോഗ്രാഫി എവിഡൻസ് വേണം, അപ്രൈസർ വേണം. അതേപോലെ തന്നെ തൂക്കം എടുത്ത് നോക്കണം, ഇത്ര തൂക്കമുള്ള സാധനം ഇത് കൊടുത്തു വിടുന്നു, ഇന്ന സ്ഥലത്താണ്, ഇന്ന ലെഡ്ജറിൻ്റെ ഇന്ന സാധനം പ്രോഡക്റ്റാണ്. നേരത്തെ ഒരു കമ്മീഷണർ സാറ് പറഞ്ഞായിരുന്നു, 2010 റിട്ടയർ ചെയ്ത ഗോപാലൻ സാറ് പറഞ്ഞായിരുന്നു, ദ പ്രൊസീജിയർ വാസ് സച്ച്. ഓരോന്നിനും ഇപ്പോൾ മാർക്കിംഗ് ആണെങ്കിൽ 300 റൂഫ്, 301 ദ്വാരപാലകർ, 302 എന്ന് മാർക്ക് ചെയ്യേണ്ട ഒരു സിസ്റ്റത്തിൽ അത് ലെഡ്ജറിൽ കാണണം, ബുക്സിൽ കാണണം, തൂക്കമടക്കം കാണണം. സോ ഇഫ് യു ഗോ ത്രൂ ദാറ്റ് ദർ ഷുഡ് ബി സം kind of a record showing that this much gold has been used to that number of the. ഇപ്പോൾ തൂണാണെങ്കിൽ തൂണിൻ്റെ ഒരു നമ്പർ ഇട്ടിട്ടുണ്ടാവും, ആ നമ്പറിൽ മൊത്തം എത്രയാണ്. മേ ബി പ്രിസൈസ് ആയിരിക്കില്ല, ഒരു തൂണിന് ചിലപ്പോൾ 10 gram ആയിരിക്കും, മറ്റേ തൂണിന് 20 gram ആയിരിക്കും. ഇറ്റ് കനോട്ട് പ്രിസൈസ്ലി യൂണിഫോം ഉണ്ട്. അപ്പോൾ ആ പ്രൊസീജിയർ തെറ്റിച്ചിട്ടുണ്ട്. സെക്കൻഡ്, ഇനി വേറൊരു സംശയം വരുന്ന ആസ്പെക്റ്റ് എന്ന് പറയുന്നത് 2019 വെച്ചിട്ട് 2025 വീണ്ടും എടുത്തുകൊണ്ട് പോകുന്നു. ഷോർട്ട് പീരീഡ്. അവിടെ വേറൊരു സംഭവമുണ്ട്. നേരത്തെ പറഞ്ഞത് ഇത്രയും ജനങ്ങൾ വന്നു പോകുന്നു ഈ കാലഘട്ടത്തിൽ. 2019 to 2024 പോകുമ്പോഴേക്കും ഓൾമോസ്റ്റ് 2 years to 3 years എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൊറോണ കാരണം ക്ലോസ് ഡൗൺ പീരീഡ് ആയിരുന്നു. സോ ജനങ്ങൾ എൻട്രി ചെയ്യാൻ വളരെ റയറായിട്ടുള്ള ചാൻസസ് ഉള്ളൂ. അപ്പം ആ സാഹചര്യത്തിലും ഈ സാധനം ഫെയ്ഡായി പോയി വീണ്ടും കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ എഗെയിൻ അനദർ സസ്പീഷ്യസ് ഫാക്ട്സ് ഹാപ്പൻസ്. അവിടെയും ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെയെങ്കിലും നമുക്ക് പറയാം ഇങ്ങനെ സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളത്. ഈ കാലഘട്ടത്തിൽ ആ 3 years ഓഫ്. അപ്പോൾ ഈ 2019 ചെയ്ത് 2024-25 പോകുമ്പോഴേക്ക് ഈ ഗ്യാപ്പിൽ 3 years ഇങ്ങനെ ആകുമ്പോൾ 2 years കൊണ്ട് പോയോ? പിന്നെ പറയുന്നത് എന്താണ്? റീസൺ വാസ് 40 years ഗ്യാരണ്ടി കൊടുത്തിരുന്നു. അപ്പോൾ ആക്ച്വലി യൂസേജ് എന്ന് പറഞ്ഞാൽ 2 years ഉള്ളൂ. എന്നിട്ട് അതേ വ്യക്തിയോട് തന്നെ 40 years ഗ്യാരണ്ടി കൊടുക്കുമ്പോൾ ഒരു 20 വർഷത്തിന് ശേഷം കൊടുത്തു വിട്ടായെങ്കിൽ ഒരു ജസ്റ്റിഫൈബിൾ ആയിട്ട് മാറും. 10 years ജസ്റ്റിഫൈബിൾ. 2-3 വർഷത്തിന് പോയി എന്ന് പറയുമ്പോൾ എഗെയിൻ അയാളുടെ അടുത്ത് കൊടുത്തു വിടേണ്ട ക്വസ്റ്റ്യബിൾ അല്ലേ? ഇൻസ്റ്റഡ് ദേ ഷുഡ് ഹാവ് പണിഷ്ഡ് ഹിം. അതെ, ഈ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞ ആ സ്വർണ്ണപ്പാളിയുണ്ടല്ലോ, അത് അത്ര എളുപ്പത്തിൽ അനായാസേന ഇളക്കി മാറ്റാൻ കഴിയുന്ന ഒന്നാണോ? അത്ര എളുപ്പമാണോ അത്? ഇല്ല, ആക്ച്വലി എളുപ്പമല്ല എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ വശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് നോളജ് എന്താണ്, ഞാനിത് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ആണി തറച്ച് ശരിയായിട്ടില്ലെങ്കിൽ എടുക്കേണ്ടി വന്നാൽ കീറിപ്പോയി കഴിഞ്ഞാൽ ആ ഗോൾഡ് എൻ്റെ കയ്യിൽ നിന്ന് ഇട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വേറെ പ്ലേറ്റ് വെച്ച് ഞാൻ ചെയ്യണം. അപ്പോൾ ആ പ്ലേറ്റിൻ്റെ കോസ്റ്റ് വേണേൽ ചിലപ്പോൾ ബെയറബിൾ ആയിരിക്കും, ഗോൾഡിൻ്റെ ബെയറബിൾ അല്ല നമുക്ക്. സോ വാട്ട് ഐ വിൽ തിങ്ക് ഓഫ് ടു സ്റ്റഡി ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ദാറ്റ് ഗോൾഡ് ബാക്ക് ആൻഡ് ദെൻ കുറച്ച് ഡിപ്രിസിയേഷൻ പോയാൽ ഇതിലേക്ക് തിരിച്ചു വയ്ക്കുക. സോ ദാറ്റ് ഐ വിൽ നോട്ട് ബേൺ മൈ ഫിംഗേഴ്സ്. അപ്പോൾ അങ്ങനെ ഒരു ടെക്നോളജി ഉണ്ടായിരുന്നു.
കെമിക്കൽ പ്രോസസ്സ് വഴി എടുക്കാൻ പറ്റും. ഇനി ഇലക്ട്രോപ്ലേറ്റിംഗ് സിസ്റ്റം ആണെങ്കിലും അതാണ്. ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കോഡ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഗോ ഇൻ, ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ കം ബാക്ക്. ഇപ്പം പറ്റിയേക്കണമെന്ന് വെച്ചാൽ രണ്ടാമത് കൊണ്ടുവന്ന് കണ്ണഞ്ചിപ്പിക്കുന്ന പോലത്തെ ഒരു സംഭവമായത് കാരണം പഴയതിനേക്കാളും ഒരു ഭയങ്കര സംഭവമാണ് വന്നേക്കണമെന്നുള്ളതിലാണ് ഇതിൻ്റെ അകത്തുള്ളവർ രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്നത്. ഇൻ ദ സെൻസ് ലെസർ ക്വാണ്ടിറ്റി യൂസ് ചെയ്തിട്ട് കളർ കയറ്റും മാക്സിമം അതിൻ്റെ അകത്ത്. കേട്ടിട്ട് ഒരു കോട്ടിങ് കൊടുക്കും. കോട്ടിങ് കൊടുക്കുമ്പോഴേക്കും ഇറ്റ് ത്രോസ് ലൈറ്റ് ഇൻ ടു ദ പീപ്പിൾ. ഈ കളർ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഗോൾഡ് ആണോ? ഗോൾഡ് തന്നെ കുറേയും കൂടി ഗോൾഡിന്. ശരിക്കും ഗോൾഡ് വർക്കേഴ്സിന് അറിയാം ഗോൾഡിന്റെ നിറം എന്താണെന്നുള്ളത്. ഒരു മഞ്ഞയുമല്ല, ഭയങ്കര ഷൈനിങ് പ്രോഡക്റ്റും അല്ല. ഏത് ലേഡീസിനോട് ചോദിച്ചാലും പറയും. കുറച്ച് ഒരു വർഷം കഴിയുമ്പോഴേക്കും അത് ഗോൾഡ് മേടിക്കുമ്പോഴേക്കും കാണുന്ന ഷൈനിങ് വിതിൻ 2 months പോവും. അങ്ങനെയാണല്ലോ ഈ ആൾക്കാർ പറ്റിച്ചു. ഇനി വളരെ നമ്മുടെ ലാംഗ്വേജിൽ പറഞ്ഞാൽ ഡെയിലി ക്രൈം നടക്കണത് എങ്ങനെയാണ്? ഒരാൾ വീട്ടിലേക്ക് വന്ന് അമ്മ ഇത് പോളിഷ് ചെയ്ത് തരാമെന്ന് പറയുന്നു. അവർ പോളിഷ് ചെയ്യാൻ കൊടുക്കുന്നു. അവൻ കെമിക്കലായിട്ട് എടുത്തുള്ളൂ. പിന്നെ തൂക്കി നോക്കുമ്പോൾ ഈ സാധനമില്ല. എഗെയിൻ ദേ ആർ ഗെറ്റിംഗ് ചീറ്റഡ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആ പ്രോസസ്സ് വഴി അവന് ഗോൾഡ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് വെരി സിമ്പിൾ. ദിസ് വൺ മല്യ സമർപ്പിച്ച സ്വർണം അത് പാകിയത് ദ്വാരപാലക ശില്പങ്ങളിൽ താഴികക്കുടം, അതുപോലെ മേൽക്കൂര, വാതിൽ, അങ്ങനെയൊക്കെയാണല്ലോ. അതെ. അദ്ദേഹം സമർപ്പിച്ച സ്വർണത്തിൽ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ അവിടെ? അല്ല, ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ആസ് പെർ ദി കോർട്ട് ഓർഡർ ഇറ്റ് സെൽഫ് ഇത്ര കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതിലൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കമ്പനി മാനേജർ തന്നെ അവിടെ ബൈ റൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ദെയർ ഇൻ ദ റെക്കോർഡ് ഓഫ് ഹൈക്കോർട്ട്. അത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഈ പറഞ്ഞുള്ള ഒരു ഭക്തൻ അല്ല അറിവ് ഇതുള്ളത് നമുക്ക് എന്തൊക്കെ സഹകരണം പറ്റുമോ? ഐ ഹോപ്പ് എവ്രിബഡി വിൽ ഇതിനോട് നോളജ് ഉള്ളത് എല്ലാവരും കൂടി സഹകരിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇനി ഫർദർ ഇതേപോലെ നടക്കാൻ പറ്റാണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും കളങ്കം ഉണ്ടാക്കണേ. ചിലപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള ആൾക്കാർ ഇതൊന്നും അറിയുന്നില്ലായിരിക്കും. അതിൻ്റെ താഴെ ഗ്രേഡ് ഒന്നും അറിയില്ലെങ്കിൽ ഡൗൺ ഒരാൾ ചെയ്താലും പോരെ. പക്ഷേ അത് ദേവസ്വം ബോർഡ് അറിയണമല്ലോ. അറിഞ്ഞിരിക്കണം ഡെഫിനറ്റ്ലി. ആ പ്രൊസീജിയർ തെറ്റിക്കഴിഞ്ഞാൽ ദേ ആർ ആൻസറബിൾ. മൊത്തം ബോർഡിനെ കളങ്കപ്പെടുത്തരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. മൊത്തം ബോർഡ് ഷുഡ് നോട്ട് ബി. അതിൽ നല്ല മനസ്സുള്ളവരുണ്ടാവും, ഭക്തി സാന്ദ്രത്തോടുകൂടി ചെയ്യുന്ന വർക്കേഴ്സ് ഉണ്ടാവും, അവർക്കും ഫീലിംഗ് ഉണ്ടാവില്ല. എനിക്ക് നടന്ന മോഷണം എന്ന് തന്നെ വേണമല്ലോ ഇനിയിപ്പോൾ പറയാൻ. അതിനെ കോടതി വരെ അത്തരത്തിൽ പറഞ്ഞ സാഹചര്യത്തിൽ നമുക്കും അങ്ങനെ തന്നെ വേണം അത് അനുമാനിക്കാൻ. തീർച്ചയായിട്ടും 100%. ഈ മോഷണത്തിന് പിന്നിൽ രാഷ്ട്രീയ പ്രേരിതമായി എന്തെങ്കിലും ഉണ്ടോ? താങ്കളുടെ ഒരു വീക്ഷണം എങ്ങനെയാണ്? അല്ല, ഇതെന്ന് വെച്ചാൽ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ ഔട്ട് ഓഫ് എക്സ്പീരിയൻസ് പറയാണ്. ഇപ്പോൾ ഞാൻ ഒരു വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഫോർ എക്സാമ്പിൾ ഈ പോറ്റി കൊണ്ടുപോകുന്നു. പോറ്റി ഇങ്ങനെ കൊണ്ടുപോയി ഓരോ സ്ഥലത്ത് പ്രദർശിപ്പിച്ചിട്ടാണ് ഒരു സ്ഥലത്ത് എത്തിക്കണം. അപ്പോൾ അയാളുടെ ലക്ഷ്യം എന്തായിരിക്കും? ഐദർ ടു മേക്ക് മണി ഓർ വാട്ട് എവർ ഇറ്റ് ഇസ്. ഒരു ലക്ഷ്യമേ ഞാൻ പറയുന്നുള്ളൂ. ദാറ്റ് ഈസ് അത് അഡ്മിറ്റബിൾ അല്ല, എന്നാലും കൊണ്ടുപോയ സ്ഥിതിക്ക് ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ പറയുകയാണ്. കൊണ്ടുപോകുമ്പോൾ എന്താണ്, ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അയാൾ പറയാണ് അങ്ങൊരു പൂജാരും കൂടി ആയിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങൊരു പൂജ ചെയ്ത സ്ഥലത്തേക്ക് ചിലപ്പോൾ ഇത് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ഞാനിത് ശബരിമലയിലെല്ലാം ചെയ്യുന്നു, ഞാനിവിടെ പൂജ ചെയ്യുന്നു. മണി മേക്കിംഗ് ആണ് അവിടെ. അങ്ങനെ കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ 2025 ഒരാൾ കൂടെ പോയതുപോലെ അന്നും പോകണമായിരുന്നു. ഓക്കെ, കൊണ്ടുപോയി, അത് വേറെ അന്നും കൂടെ പോകണമായിരുന്നു. പോകാത്ത സ്ഥിതിക്ക് വന്നിട്ട് ഇത് നടന്ന സംഭവമാണ്. അപ്പോൾ അവിടെ പോയില്ല. 39 ദിവസത്തോളം അയാൾ തന്നെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അവിടെ നടക്കാവുന്ന സാധ്യത എന്താ? അവിടെ കൊണ്ടുപോയി ഇത് പ്രദർശിപ്പിച്ചിട്ട് ഇത് ഞാൻ അവിടെ ഏറ്റെടുക്കുകയാണ്, നിങ്ങളുടെ അമ്പലത്തിലും ഞാൻ ഇതേപോലെ ചെയ്തു തരാം, അതേ ശബരിമലയുടെ മോഡലിൽ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ ഏത് ഭക്തനാണെങ്കിലും പറയും ഓക്കെ ഞങ്ങൾ റേസ് ചെയ്ത് തരാം. അവിടെ വരേണ്ടതെന്ന് ആ ക്ഷേത്രം നടക്കണം, അവിടെ വരുമാനം വരണം, അത് നടത്തണം, ഭക്തരെ അവിടെ കൊണ്ടുവരണം. അതായിരുന്നു ആ അമ്പലത്തിലും റിക്വസ്റ്റ്. അപ്പോൾ ശബരിമല മോഡൽ തന്നെ എന്ന് പറയുമ്പോൾ ഇറ്റ് ഗെറ്റ്സ് മോർ അപ്രീഷിയേറ്റഡ് ടു ദാറ്റ്. അപ്പോൾ അത് ശരിക്കും അവിടെ കൊണ്ടുപോയി കാണിച്ചിട്ട് നേരെ പിന്നെ പൂശാനുള്ള സ്ഥലം കൊണ്ടുപോയതാന്ന് പോലും നമുക്കറിയില്ല. നമുക്ക് ചിന്തിക്കാവുന്ന ഒരു ആസ്പെക്റ്റുള്ളൂ പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ നടക്കാൻ സാധ്യതയുള്ളപ്പോൾ നമുക്ക് ഒരിക്കലും അതിനെ അനുവദിച്ചു കൂടാ. ഒരിക്കലും ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി മറ്റേതോ സ്റ്റേറ്റിലെ ഒരു കോടീശ്വരൻ്റെ വീട്ടിലുണ്ട് എന്നാണ് പ്രതിപക്ഷമൊക്കെ പറയുന്നത്. കേട്ടിരുന്നില്ല അത്? അതെ. അപ്പോൾ അതിലേക്ക് അത് മേ ബി അതിനൊരു സാധ്യതയുണ്ടോ? അല്ല, സാധ്യത ഡെഫിനറ്റ്ലി എൻ്റെ ഒരു അറിവ് വെച്ച് പറയാം. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഒന്നിലെ കണ്ടുപിടിക്കണമല്ലോ അവിടെ ഉണ്ടെന്നുള്ളത്. എൻ്റെ ഒരു നിഗമനത്തിൽ ഇപ്പം ഇത് കേട്ടപ്പോൾ തന്നെ ആ സാധനം ചിലപ്പോൾ മാറ്റാനുള്ള സാധ്യതകളുണ്ട്. ഇനി ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ പിന്നെ എങ്ങനെ കണ്ടുപിടിക്കും? നെക്സ്റ്റ്
അപ്പോൾ പിന്നെ അടുത്ത നിഗമനത്തിലേക്ക് വരും, അവിടെ കൊണ്ടുവരുന്നു, പ്രദർശിപ്പിച്ചുകൊണ്ട് ഫോട്ടോ കൊണ്ടുവന്നു. അപ്പോൾ ഇവൻ പറയാതെ വേറൊരു സംഭവത്തിൽ നിന്ന് ചെയ്തുകൊണ്ട് അങ്ങനെ മാറ്റി മറയ്ക്കാനുള്ള എല്ലാ സാധ്യതയിലും ഉണ്ട്. ഇത് കുറേ കോംപ്ലിക്കേഷനിലേക്ക് പോവുകയാണെന്നുള്ളത്. അതിന് പകരം ആ ഒരു നിഗമനം മാറ്റി വയ്ക്കുക. അവിടെ പോയാലും കൊള്ളാം, പോയില്ലേയും കൊള്ളാം. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതാണ് ഇവിടെ ഉണ്ടായിരുന്ന ക്വാണ്ടിറ്റി എത്രയാണ്, എത്ര കുറഞ്ഞിട്ടുണ്ട്, അത് പുതിയ സംഭവമാണോ, പഴയതെവിടെ, ഇറ്റ് ക്യാൻ ഷോ ബാക്ക്. പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് വേണമെങ്കിൽ ഇത് എവിടെയൊക്കെ പോയിട്ടുണ്ട്, അവിടെ വിറ്റിട്ടുണ്ടോ ഇല്ലയോ, ദാറ്റ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട്. കാരണം ഇത് മാറ്റി പറയാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു അറിവ് വെച്ച് പറയുകയാണ്, അയ്യപ്പൻ സാക്ഷി എടുത്ത് പറയുകയാണ്, അയ്യപ്പൻ തീർച്ചയായിട്ടും ഇതവിടെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ളതാണ്. കൊണ്ടുവരാണ്ടിരിക്കാനുള്ള സാധ്യതകൾ അവിടെ കാണാനില്ല. ഓരോ ഭക്തർക്കും അതിൻ്റെ അകത്ത് വികാരം ഉണ്ടാവും. ഇത് കൂടിക്കൂടി വരുന്നത് എങ്ങനെയാണ്? ഞാൻ തന്നെ ആദ്യം പോയി പ്രാർത്ഥിക്കുമ്പോഴേക്ക് അയ്യോ എനിക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യം, നമ്മൾ അറിയാണ്ട് കണ്ണീര് വരികയാണ്. ഞാനിപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഓൾമോസ്റ്റ് എവറി ഡേ ഞാൻ കാണും. കരഞ്ഞ് അവരുടെ ദുഃഖം ആരോട് പറയാനാണ്, ഭഗവാനോട് പറയുകയാണെന്നുള്ള രീതിയിലല്ലേ എടുക്കേണ്ടത്. എന്ന് പറഞ്ഞതുപോലെ ഓരോ ഭക്തനും വന്നിട്ടുള്ള ഒരു വികാരമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ആര് തെറ്റ് ചെയ്തവൻ ഷുവറായിട്ടും അതിൻ്റെ അനുഭവിക്കുന്നുള്ളൊരു വേറെ പാർട്ടുണ്ട്. ഈശ്വരൻ അതിൻ്റെ മുമ്പിൽ ഇരുത്തുകയും ചെയ്യും. എൻ്റെ മനസ്സിൽ തോന്നുന്നത് അതാണ്. അന്ന് ചോർച്ച വന്നു, അതേ സ്ഥലത്ത് വരണം എന്നുള്ളതൊരു നിർബന്ധമല്ലല്ലോ. ദ്വാരപാലിൽ ചിലപ്പോൾ ഡാമേജസ് വന്നിട്ടുണ്ടാവാം, അപ്പോഴും ഞാൻ ചെല്ലാം. പക്ഷേ എൻ്റെ ഗ്രാൻഡ് ഫാദർ കൊടുത്ത റൂഫിൽ തന്നെ ഞാൻ തന്നെ റീപ്ലേസ് ചെയ്തേക്കാം. അതൊരു നിയോഗമാണ്. ഇന്നിപ്പോൾ പ്രശ്നം വരുമ്പോൾ ഏതൊരു രൂപത്തിൽ കൂടി ഞാനില്ല ലൈറ്റ് കൊണ്ടുവരും, ആ രീതിയിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. വിജയമല്യയുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരാളാണ് താങ്കൾ. ഇപ്പോൾ ഈ നടക്കുന്ന വിവാദം, അന്ന് ആ 30 കിലോ സ്വർണം അവിടെ സമർപ്പിച്ച വിജയമല്യ അറിയുന്നുണ്ടാവുമല്ലോ ഈ വിവാദങ്ങളൊക്കെ. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായോ? തീർച്ചയായിട്ടും. അത് എന്താ പറയുക, അപ്പോൾ അവരെ എനിക്കറിയാവുന്ന രവിനെടുങ്ങാടി നൂമൂറിനോ പുള്ളി വിളിച്ചിട്ടുണ്ടാവും. പിന്നെ യൂട്യൂബിൽ കണ്ടതിന് ശേഷം എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഒരു പുള്ളിയുടെ അടുത്തൊരു ആൾ വിളിച്ചിരുന്നു. അതേപോലെ തന്നെ ന്യൂസ് ഏജിൽ വർക്ക് ചെയ്യുന്ന ലേഡി മിസ്സസ് തുഷിത പട്ടേൽ, ഷി വാസ് ഓൾസോ വെരി ക്ലോസ്ലി അസോസിയേറ്റഡ് ഡോക്ടർ വിജയ് മല്യ. വി ഓൾ ഹാവ് വർക്ക് ടുഗദർ ഇൻ എ ഡിഫറെൻറ്റ് ഫീൽഡ്. അപ്പോൾ അങ്ങനെ വിളിച്ചു ചോദിച്ചപ്പോൾ എന്താ വിവാദം ചോദിച്ചപ്പോൾ ഐ ടോൾഡ് ഹെർ ദാറ്റ് ഇത് ഇന്നൊക്കെയാണ് സംഭവം, ഇന്നൊക്കെയാണ്. അപ്പോൾ ഹൗ ബാഡ് ഇറ്റ് ഈസ്, ഇതൊക്കെ വെരി ബാഡ്, വാട്ട് എവർ ബെസ്റ്റ് യു കുഡ് ഡു യു ഷുഡ് ഡു ഇറ്റ്, വി ഷുഡ് ഫൈൻഡ് ഇറ്റ് ഔട്ട് എന്നെല്ലാം പറഞ്ഞായിരുന്നു. എൻകറേജിങ് വേർഡാണ്. ഏതായാലും വളരെയധികം നന്ദി ശ്രീ സെന്തിൽനാഥ് ഞങ്ങളോട് ഇത്ര നേരം സംസാരിച്ചതിന്. അയ്യപ്പന് മല്യ സമർപ്പിച്ച ആ സ്വർണം അത് അയ്യപ്പൻ്റെ അടുത്ത് തന്നെ എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.